ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ഐൽ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡിലോഫസോറസ് ആയിട്ടാണ്. സാധാരണ ഡിലോഫസോറസ് ആയിട്ട് കളിച്ചപ്പോൾ എപ്പോഴും ചാവലാണ് പതിവ്. അത് പിന്നെ പ്രൊഫഷണൽ ആകാത്തതുകൊണ്ടാണ്. പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടെററായിരിക്കും, നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തതുണ്ട് വേമ്പോ ഒന്ന് ലൈക്ക് അടിക്കുക. നേരെ വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗോ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഡിലോഫസോറസ്, അതായത് കണ്ടോ, കണ്ണൊക്കെ കണ്ടോ, ആളിങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നും നമ്മൾ ഇതായിട്ട് വരാനുള്ള കാരണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മളിതിനൊന്ന് ഫുൾ ഗ്രോത്ത് ആക്കി എടുക്കണമായിരുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ ഗ്രോത്ത് ആക്കിയതാണ്, പക്ഷേ ചെറുതായിട്ടൊന്ന് ചാവേണ്ടി വന്നു. അത് ധീരന്മാരങ്ങനെയാണ്, നമ്മൾ ചിലപ്പോൾ ചാവും, ചിലപ്പോൾ രക്ഷപ്പെടും. നമ്മൾ ഒന്നാമത്തേൽ എന്താ ഇങ്ങോട്ട് വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അവിടെ ഫുഡില്ല, ഫുഡിൻ്റെ റിസോഴ്സ് കുറവാണ്. മാത്രമല്ല ഈ ഒരു ഐലൻഡ് അത്ര വലുപ്പമില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഫുഡിൻ്റെ എല്ലാം കാണാൻ സാധ്യതയുള്ള സ്ഥിതിക്കാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഗെയിമൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാനൊന്നും വിട്ടുപോയി. അപ്പോൾ ഗെയിം പുതിയത് അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡൈനോസസിന് ഏതൊക്കെയോ ഡൈനോസസിന് നല്ല മാറ്റവും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയുള്ളത്? കുന്നിൻ്റെ മേലെ. ഓ, എത്ര ഹൈറ്റിലാണ്! ഇവിടുന്ന് താഴെ വീണ പൊടി പോലും കിട്ടില്ല. ഇത്രയും ഭാഗമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ താഴോട്ട് പോയി നോക്കട്ടെ. രാത്രി ആവുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ അധികം കളിക്കുന്ന അത്ര സേഫല്ല. താഴേന്ന് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, വേട്ടക്കാരനായ ഡൈനോസർ എന്നാണ് ഇതിനെ വിളിക്കാറ്. ഇപ്പം നമ്മുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ, ഗ്രോത്ത് ഏകദേശം നോക്കുകയാണെങ്കിൽ സബ്ബും അല്ല അഡൾട്ടും അല്ല, അത്രയും അങ്ങനത്തെ ഒരു ഗ്രോത്തിലാണുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം രാവിലെ ആയി വരുന്നുണ്ട്. നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സബ് അഡൾട്ട് ആയിട്ടുണ്ട്, സബ്ബായിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, ടീമുകൾ ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്കൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രോത്ത് നമ്മൾ കണ്ട വലുതായി, നേരത്തെ കണ്ട പോലെയല്ല, ഇപ്പം നല്ല വലുപ്പമുണ്ട്. ഇവിടെ ആരോ ഉണ്ട്. ഞാനത് മണത്ത് നോക്കട്ടെ. സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ അടുത്ത് ആരോ ഉണ്ട്. ഞാൻ കണ്ടിരിക്കും നേരത്തെ ഒരു നെകല് ഇതിലൂടെ അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ആരോ ഉണ്ട് ഓടിക്കളിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് എന്തായാലും ഇന്നൊരു ഫൈറ്റ് നടത്തി ജയിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. സബ് അടിക്കാത്തവരുണ്ട് വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരുണ്ട് വേഗം പോയി ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ഐലിൻ്റെ ഗെയിം പ്ലേ വീഡിയോസാണ് കൂടുതലുണ്ടാകുക. നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് ഫുഡൊക്കെ ഉള്ളത്? നമ്മളിപ്പോൾ പോകുന്നത്, നമ്മൾ ഫുഡിൻ്റെ സാധ്യത കൂടുതലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ B4-ലൊക്കെ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കണം. അവിടെ ചിലപ്പോൾ സ്റ്റെഗോസോറസ്, അതിൻ്റെ പേരെന്തായിരുന്നു, സ്റ്റെഗോ അങ്ങനെ എന്തോന്ന് പേരുള്ള ഒരു സാധനം ഉണ്ട്. ഒരു ഭാഗത്താവട്ടായിട്ട് അവിടെ താഴെയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓയ് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് ഓടുക. അവിടെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലുമായിട്ട് ഫൈറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് നടത്തണം. ടീറക്സിൻ്റെ ഒന്നും മുമ്പ് പെടാണ്ട് നിന്നാൽ മതിയായിരുന്നു. പല പ്രാവശ്യവും കളിക്കുന്നതിനും ടീറക്സിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഗിഗേനെ കണ്ടു. ഈ ഗിഗയായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഗിഗയായിട്ടൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തുടക്കക്കാരല്ലേ, അപ്പോൾ അത്യാവശ്യം ഇങ്ങോട്ട് കയറടാ. ഫുഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ഐലൻഡിൽ. ശേടാ, ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പിടിച്ച് തിന്നണമല്ലോ, അല്ലെ നമ്മൾ വിശന്ന് ചാകുമല്ലോ. ആരാ അവിടെ ഉള്ളത് ഇപ്പോൾ തിന്നാൻ പറ്റിയേ? അപ്പോൾ ഇവിടെ അടുത്ത് ആരോ ഉണ്ട്, അതിനർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ആരോ ചത്ത് കിടക്കുന്നുണ്ട്. പോയോട്ടെ. ആരാണ്? കഴി ഈറ്റ്. ഭക്ഷണം കഴിക്കാണ്ട് നമ്മളിപ്പോൾ ചത്തുപോയേനെ. അത്രേ ഉള്ളൂ. നമ്മൾ ഇതാരത് ചത്തത്? ഏതോ ഒരു കാർണിവോറസാന്ന് തോന്നുന്നു. അതാ ഞാൻ ആനക്കുട്ടിയാന്ന് തോന്നുന്നു കുത്തി കൊന്നത്.
തീർന്നു ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് ആ ചെറുതിനെ എടുക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കേ. പിന്നെ ഉറപ്പൊന്നും പറയുന്നില്ല. നമ്മളോട് കളി. കിടന്ന് ചത്തോ. ഓ കടിച്ച് എന്നെ കടിക്കുന്നു, ആക്രമിക്കുന്നു. ഓട്. ഓ ചത്ത്. കള്ളപ്പന്നി.